തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ സമയബന്ധിതമായി ഫയലുകൾ തീർപ്പാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ്. തീർപ്പാക്കാതെ കിടക്കുന്നതും നിയമപരമായി തീർപ്പാക്കാൻ ആവുന്നതുമായ ഫയലുകളിൽ വേഗത്തിൽ തീർപ്പ് കൽപ്പിക്കുന്നതിനാണ് ജില്ലാതലത്തിൽ തദ്ദേശ അദാലത്തുകൾ നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പഞ്ചായത്ത് ജയൻ സ്മാരക ഹാളിൽ ജില്ലാതല അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ചട്ടങ്ങളുടെ ദുർവ്യാഖ്യാനം, യാന്ത്രികമായ വ്യാഖ്യാനം, ചട്ടങ്ങളുടെ അതിവായന എന്നിവ മൂലം ന്യായമായ അവകാശങ്ങൾ ലഭിക്കാതെ വരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് അദാലത്ത് സംഘടിപ്പിച്ചതെന്ന് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. ഈ അദാലത്തിന്റെ കൂടിയ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ തീരുമാനം ഇപ്പോൾ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ബന്ധപ്പെട്ട വിഭാഗങ്ങൾ ഒരു ശില്പശാല തന്നെ വർക്ക്ഷോപ്പ് തന്നെ നടത്തി 106 ചട്ടങ്ങളിൽ ഭേദഗതികൾ വരുത്തേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടുണ്ട്. 106 ചട്ടങ്ങളിലാണ്. പക്ഷേ ആകെ ഭേദഗതികൾ ഇപ്പോൾ കണക്കാക്കിയിട്ടുള്ളത് 351 ഭേദഗതി എന്നാണ്. അതിന്റെ എണ്ണം കൂടാം ഈ അദാലത്ത് കഴിയുമ്പോൾ. കാരണം അദാലത്തിൽ ഒട്ടേറെ പുതിയ പ്രശ്നങ്ങൾ വരിക. ഇത് ഞങ്ങളെ സംബന്ധിച്ചല്ല, മന്ത്രി മാത്രമല്ല, തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ എല്ലാവരും ഇവിടെയുണ്ട്. സംസ്ഥാന തലത്തിൽ ജില്ലാ തലത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥ നിരയാകെ ഇവിടെയുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചെല്ലാം ഇത് ഒരു പഠനാനുഭവമാണ്. എന്നാൽ നിയമങ്ങളിൽ ഇളവ് നൽകുകയോ വെള്ളം ചേർക്കുകയോ ചെയ്തുകൊണ്ട് അന്യായമായി ഒരു ഫയലിന് തീർപ്പ് കൽപ്പിക്കുകയില്ലെന്നും മന്ത്രി പറഞ്ഞു. അദാലത്ത് നടത്തേണ്ട സാഹചര്യം ഒഴിവാക്കുന്ന വിധം ഫയൽ നീക്കത്തിൽ കാര്യക്ഷമത ഉറപ്പാക്കാൻ ദീർഘവീക്ഷണത്തോടെ നടപടി സ്വീകരിക്കാം. അദാലത്തിൽ മനസ്സിലാക്കിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില ചട്ടങ്ങളിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തും. അദാലത്തിൽ ഉന്നയിക്കപ്പെടുന്ന പരാതികളുടെയും വിമർശനങ്ങളുടെയും കൂടി അടിസ്ഥാനത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ എങ്ങനെ മെച്ചപ്പെടുത്താമെന്നാണ് സർക്കാർ ആലോചിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. എം നൌഷാദ് എം.എൽ.എ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ സുജിത് വിജയൻപിള്ള എം.എൽ.എ, മേയർ പ്രസന്ന ഏണസ്റ്റ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി.കെ. ഗോപൻ, തദ്ദേശ ഭരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ, ജില്ലാ കളക്ടർ എൻ. ദേവിദാസ്, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.